സംസ്ഥാനത്ത് കോഴിയിറച്ചിയുടെ വില കുത്തനെ ഉയരുകയാണ്. മലയാളികളുടെ തീന്മേശയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് ചിക്കൻ എന്നത്. അതുമാത്രവുമല്ല, നമ്മുടെ ഹോട്ടൽ വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതും കോഴിയിറച്ചി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കോഴിയിറച്ചിയുടെ വില വർദ്ധിക്കുന്നു എന്നത് സാധാരണക്കാരായ ആളുകളുടെ കുടുംബ ബജറ്റിനെ ബാധിക്കാറുണ്ട്. ഒപ്പം തന്നെ പുറത്ത് ഹോട്ടൽ വ്യവസായത്തെയും ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ആണ് ഉള്ളത്. കേരളത്തിൽ ഉടനീളം ഇപ്പോൾ കോഴിയിറച്ചിയുടെ വില ഉയർന്നു നിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ജില്ലകളിലും തന്നെ ഈ വില വർധനവ് പ്രകടമാണ്. പ്രിയ പ്രേക്ഷകരോട് സൂചിപ്പിക്കേണ്ടത്, സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യം, മാംസം എന്നിവയ്ക്കൊന്നും അങ്ങനെ അടിസ്ഥാനപരമായ ഒരു വില അല്ലെങ്കിൽ ഏകീകൃത സ്വഭാവമുള്ള വിലയല്ല എന്നത് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഉള്ള വിലയാകണമെന്നില്ല കോട്ടയത്ത്, ആ വിലയാകണമെന്നില്ല കോഴിക്കോട്. നേരിയ വ്യത്യാസം ഒക്കെ ഉണ്ടാകാറുണ്ട്. മത്സ്യവിലയിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമാകാറുണ്ട്. എങ്കിൽ പോലും പൊതുവിൽ സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഈ വില വർധനവിന് കാരണം? എങ്ങനെയാണ് ഈ വില വർധനവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നതാണ്. ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ നഗരമേഖലകളിൽ ആണ് വലിയ വിലവർധനവ് ഉണ്ടായിട്ടുള്ളത്. 190 രൂപ വരെ, അതായത് 1 കിലോ കോഴിയിറച്ചിക്ക് 190 രൂപ വരെ വില എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അത് ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ കിലോയ്ക്ക് 200 രൂപ വരെയാണ് വില എന്നതാണ് വിവരം. എടുത്തു പറയേണ്ടത്, ഈ നഗരപ്രദേശങ്ങളിലേക്ക് പലപ്പോഴും തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂട്ടത്തോടെ ഇറച്ചിക്കോഴി എത്തിക്കുന്നത് എങ്കിൽ നാട്ടിൻപുറങ്ങളിൽ പലപ്പോഴും ഈ പ്രാദേശികമാകുന്ന, അതായത് നാട്ടിൻപുറങ്ങളിൽ പല ഇടങ്ങളിലും കർഷകർ കോഴി ഫാമുകൾ നടത്തുന്നുണ്ട്. അവിടെ നിന്ന് അടക്കമുള്ള കോഴിയിറച്ചിയാണ് വിവിധ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ ഡേറ്റകൾ പ്രകാരം നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതൽ വില നാട്ടിൻപുറങ്ങളിൽ ആണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോഴിയിറച്ചി തന്നെ പല ഫോർമാറ്റുകളിൽ ആണ് വിപണികളിൽ ലഭ്യമാകുന്നത് എന്നത് നമുക്കറിയാം. സാധാരണ ഇറച്ചിക്കടകളിൽ പോകുമ്പോൾ ലഭിക്കുന്നതിന് അപ്പുറത്ത് മറ്റ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള, പ്രത്യേകിച്ച് തൊലിയില്ലാത്ത ചിക്കൻ, അതിപ്പോൾ 230 രൂപ മുതൽ 260 രൂപ വരെ വിവിധ ഇടങ്ങളിൽ ഈടാക്കുന്നു 1 കിലോയ്ക്ക് എന്നതാണ് വിപണിയിലെ ഇപ്പോഴത്തെ വില. അതുപോലെ എല്ലില്ലാത്ത ഇറച്ചിക്ക് 280 രൂപ മുതൽ 320 രൂപ വരെ വിവിധ ഇടങ്ങളിൽ വില ഈടാക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്. സാധാരണ നിലയിൽ നിന്ന് വലിയ തോതിൽ ഈ ഇറച്ചിക്കോഴിയുടെ വില ഉയർന്നിരിക്കുന്നു, അതും ദിവസങ്ങൾക്കുള്ളിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസം 150 രൂപ മുതൽ 160 രൂപ വരെയായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളിലെയും ഒക്കെ ഏറ്റവും ഉയർന്ന വില എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ ഇപ്പോൾ ജൂലൈ മാസത്തിലേക്ക് കടന്നപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 1 കിലോയ്ക്ക് 20 രൂപയുടെ വർധനവാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴത്തെ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഈ കോഴിയിറച്ചിയുടെ വിലയോടൊപ്പം തന്നെ കോഴിമുട്ടയുടെ വിലയും ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയ പ്രേക്ഷകർ ഓർക്കേണ്ടത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരങ്ങളിൽ ഒന്നാണ്, അതായത് പോഷക ആഹാരം എന്ന നിലയിലൊക്കെ കോഴിമുട്ട അധികമായി, അതായത് ലക്ഷക്കണക്കിന് കോഴിമുട്ടകൾ ആണ് ഓരോ ദിവസവും കേരളത്തിലെ വിപണികളിൽ വിറ്റഴിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വലിയ തോതിൽ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിലെ ഹോട്ടൽ വ്യവസായത്തിലും പ്രത്യേകിച്ച് തട്ടുകടകളിലുമൊക്കെ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോഴിമുട്ടയുടെ വില 8 രൂപയായി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത കാലം വരെ ഇത് 5 രൂപയായിരുന്നു. പിന്നീട് അത് 6 രൂപ എന്ന നിലയിലേക്ക്, 6 രൂപ 50 പൈസ, 7 രൂപ എന്ന നിലയിലേക്കൊക്കെ ഉയരുകയും ഇപ്പോൾ ചില്ലറ വിൽപ്പന എന്ന നിലയിൽ 8 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പനക്കാർ കോഴിമുട്ട നൽകുന്നത്. ഹോൾസെയിൽ മാർക്കറ്റിൽ 7.5 രൂപയ്ക്കാണ് കോഴിമുട്ട ലഭിക്കുന്നത്. നാടൻ മുട്ടയുടെ വിലയും ഇതുപോലെ തന്നെ ഉയർന്നിരിക്കുന്നു. 10 രൂപ മുതൽ 12 രൂപ വരെയാണ് ഇപ്പോൾ നാടൻ മുട്ടകൾക്ക് കേരളത്തിലെ വിപണികളിൽ വില നൽകേണ്ടതായി വരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അധികമായി ഉപയോഗിക്കുന്ന വിഭവങ്ങളിൽ ഒന്നാണ് ഈ കോഴിമുട്ട എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുട്ടയിൽ ആണ് ഇത്രയധികം വർധനവുണ്ടാകുന്നത് എന്നത് വലിയ തോതിൽ കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കുന്നത് എന്നതാണ്. ഇനി ഈ വില കൂടാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത്, കേരളത്തിലെ കോഴി വിപണിയെ അല്ലെങ്കിൽ ഇറച്ചിക്കോഴി വിപണിയെ നിയന്ത്രിക്കുന്നത് തമിഴ്നാട്ടിലെ ഇറച്ചിക്കോഴി ഉൽപ്പാദകർ ആണ് എന്നതാണ്. ഒരുപക്ഷെ ഡോക്ടർ TM തോമസ് ഐസക്
കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്ന സമയത്ത് ഈ ഇറച്ചിക്കോഴിക്ക് അനാവശ്യമായ വിലയാണ് കേരളത്തിൽ നിന്ന് ഈടാക്കുന്നത് എന്നും അതിന് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കുമെന്നും ഒപ്പം കേരളത്തിൽ ഇറച്ചിക്കോഴികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള നടപടികൾ ഒന്നും ഉണ്ടായില്ല എന്നത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന ഇറച്ചിക്കോഴികളുടെ വില നിയന്ത്രിക്കുന്നത് തന്നെ തമിഴ്നാട്ടിലെ വൻകിട ഉൽപാദകരാണ്. ഒരു പക്ഷേ അവർ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണോ ഇത്, അല്ലെങ്കിൽ വിലവർദ്ധനവ് സൃഷ്ടിക്കുന്നതാണോ എന്ന സംശയം വ്യാപാരികളിൽ പലരും അതോടൊപ്പം തന്നെ വിപണി വിദഗ്ധരിൽ പലരും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ത് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇറച്ചിക്കോഴിയുടെ വരവ് കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഒന്നാമതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ ഈ വേനൽ കാലത്ത് വലിയ തോതിൽ നമുക്കറിയാം ഇറച്ചിക്കോഴിയുടെ പരിചരണം എന്നത് അത്രമേൽ ശ്രമകരമാണ് എന്നത് നമുക്കറിയാം. കൃത്യമായ തീറ്റയും മരുന്നും ഒക്കെ നൽകിയാൽ മാത്രമാണ് 45 മുതൽ 60 ദിവസം കൊണ്ട് ഇറച്ചിക്കോഴികൾ രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ തന്നെ നിരവധിയായവ ചത്തൊടുങ്ങിപ്പോയി എന്നതാണ് കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. അതായത് കടുത്ത വേനലിൽ ആണ്, ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത് ഇറച്ചിക്കോഴിയുടെ ഉൽപ്പാദനത്തെ ബാധിച്ചു എന്ന് പറയുന്നു. മറ്റൊരു കാരണമായി പറയുന്നത്, ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചു. അപ്പോൾ കോഴിത്തീറ്റയുടെ വില വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഇറച്ചിക്കോഴികളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് അതിന് 45 മുതൽ 50 ദിവസങ്ങൾ 60 ദിവസം വരെ വളർത്തിയെടുക്കുന്നതിന് തീറ്റ നൽകുമ്പോൾ അതിന് അധിക ചെലവുണ്ടാകുന്നു. ഇതാണ് ഈ ഇറച്ചിക്കോഴിയുടെ വിലയിൽ പ്രതിഫലിക്കുന്നത് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, കേരളത്തിൽ കോഴി വളർത്തൽ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുവിൽ കേരളത്തിൽ കാർഷിക വൃത്തിയിൽ നിന്ന് യുവാക്കൾ പിന്മാറുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. പലരും കോഴിക്കൃഷി നടത്തിയിരുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഇപ്പോഴുണ്ട്. ഉയർന്ന വില, അതായത് കോഴിത്തീറ്റയ്ക്ക് വില വർദ്ധിച്ചതോടുകൂടിയൊക്കെ പലരും പിന്നീട് ഈ കോഴി ഫാമുകൾ നടത്തുന്നവർ തന്നെ ഒരു ബാച്ചായാണ് ഇവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ ഇത് മുതലാകില്ല എന്ന് കാണുന്ന പശ്ചാത്തലത്തിലുമൊക്കെ ആ ബാച്ച് കോഴികളെ ഇറക്കാൻ കർഷകർ തയ്യാറാകുന്നില്ല. അങ്ങനെ കോഴി വളർത്തലിലും ഒപ്പം കോഴിയുടെ ബാച്ചുകളിലും വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് ട്രോളിംഗ് നിരോധനമാണ്. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ മത്സ്യത്തിൻ്റെ ലഭ്യതയിൽ ഗണ്യമായി കുറവുണ്ടായിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ വില വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറച്ചിക്കോഴിക്ക് ആവശ്യക്കാർ ഏറിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഇറച്ചിക്കോഴിക്ക് ആവശ്യക്കാർ ഏറുകയും മത്സ്യം വിപണിയിൽ ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതോടുകൂടിയാണ് കോഴിയുടെ ഡിമാൻഡ് വർദ്ധിച്ചു എന്നതാണ്. അതുകൊണ്ട് വില വർദ്ധിച്ചു എന്ന തരത്തിലുള്ള നിരീക്ഷണമുണ്ട്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭവങ്ങളിൽ ഒന്നാണ് ബീഫ് എന്നത്. ഈ ബീഫിന് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ വില വർദ്ധിച്ചു എന്നതാണ്. ഒരു കിലോയ്ക്ക് 340 രൂപ ഒക്കെ ഉണ്ടായിരുന്നിടത്ത് 460ലേക്കും 500ലേക്കും ഒക്കെ കുത്തന ബീഫിൻ്റെ വില ഉയർന്നു എന്നതാണ്. ബീഫിൻ്റെ വരവ് കുറഞ്ഞു എന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുമ്പോൾ പരിശോധനയിൽ അടക്കം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നു എന്നുള്ളതുമൊക്കെ കാരണം ബീഫ് അധികമായി കേരളത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ബീഫിൻ്റെ വില വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ബീഫ് ഉപയോഗിച്ചിരുന്നവരിൽ വലിയൊരു വിഭാഗവും കോഴിയിറച്ചിയിലേക്ക് മാറി എന്നതുകൂടിയാണ് വില വർധനവിന് കാരണം എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പ്രിയ പ്രേക്ഷകരെ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. 1 കിലോ കോഴിയിറച്ചിക്ക് ഏതാണ്ട് 20 രൂപയുടെ വർധനവൊക്കെ ഒരാഴ്ചക്കിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് 50 രൂപയിലധികം ആണ് വില വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിലേക്ക് കോഴിയിറച്ചി വാങ്ങുമ്പോൾ നമുക്കറിയാം അത് പലപ്പോഴും 1 കിലോ എന്നുമല്ല 2-3 കിലോയൊക്കെ ആയിട്ടാണ് വാങ്ങുക. അപ്പോൾ ഒരു തവണ ഇറച്ചിക്കോഴി വാങ്ങുമ്പോൾ തന്നെ 150 രൂപയോളമൊക്കെ അധികം ഉപഭോക്താക്കൾ നൽകേണ്ടതായി വരുന്നു. ആഴ്ചയിൽ 1 കിലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-ൽ കൂടുതലോ ഒക്കെ തവണ വാങ്ങുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുടുംബ ബജറ്റിൽ അധിക ഭാരം സൃഷ്ടിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് കോഴിമുട്ടയുടെ വിലയും ഉയർന്നു എന്നത്. മറ്റൊന്ന്, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ വ്യാപാരികൾക്ക് ഈ കോഴിയിറച്ചിയുടെ വിൽപ്പന കുറയുന്നു എന്നുള്ള വിവരമാണ് വ്യാപാരികൾ പങ്കുവെക്കുന്നത്. വില കുറഞ്ഞു നിൽക്കുമ്പോഴാണ് പലപ്പോഴും ഇറച്ചിക്കോഴിക്ക് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും വില ഒന്നടങ്കം വർദ്ധിച്ച പശ്ചാത്തലത്തിൽ വ്യാപാരികൾ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ്. മറ്റൊന്ന് ഹോട്ടലുകളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഹോട്ടലുകൾ ആണ് എന്നതാണ്. നിലവിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം പാചകവാതകത്തിൻ്റെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഗ്യാസിൻ്റെ ലഭ്യത കുറയുകയും അതിപ്പോൾ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പലരും വിറകടുപ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം ഈ വാണിജ്യ സിലിണ്ടറുകളുടെ വില 1000-ന് മുകളിലേക്കാണ് ഒരു സിലിണ്ടറിന് തന്നെ കൂട്ടിയത് എന്നത് നമുക്കറിയാം.
അതുകൊണ്ട് തന്നെ വിഭവങ്ങളിൽ ആ വില വർദ്ധിപ്പിക്കേണ്ടതായി ഹോട്ടലുകൾക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ചേർത്ത് വെക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും ഹോട്ടലുകളിൽ എത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ വില നൽകേണ്ടതായി വരുന്നു. ഇത് നിത്യവും ഒക്കെ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കൾക്ക് തന്നെ സംശയമുണ്ടാക്കും, ഇതെന്തുകൊണ്ടാണ് ഇന്ന് മറ്റൊരു വില എന്നത്. അപ്പോൾ ഹോട്ടൽ വ്യവസായികൾ പറയുന്നത് ഈ ഇറച്ചിക്കോഴിയുടെ വില വർദ്ധിക്കുന്നത് അവർക്ക് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് മലയാളികളുടെ ഇഷ്ടവിഭവങ്ങളിൽ ഏറെയും കോഴിയിറച്ചി കൊണ്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വിഭവങ്ങൾക്കെല്ലാം വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. അങ്ങനെ കോഴിയിറച്ചിയുടെ വില വർദ്ധിക്കുന്നത് യഥാർത്ഥത്തിൽ മലയാളികളെ നേരിട്ട് ബാധിക്കുന്നു, മലയാളികളുടെ കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ് വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.